എബ്രായ ലേഖനം 13 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 5 to 8. എബ്രായ ലേഖനം 13 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Jesus Christ is the same yesterday, today and tomorrow. ഈ രാവിലെയുള്ള നമ്മുടെ തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് A changeless God in changing times. A changeless God in changing times. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ദൈവം, ഇതാണ് ഈ രാവിലെ നാം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വിലയേറിയ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനം ധ്യാനിപ്പാൻ ബലഹീനരായി ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ പൊരുൾ തിരിപ്പാൻ ബലഹീനനായ അടിയനെ ശക്തീകരിക്കണമേ. വചനത്തിൻ്റെ ആഴം ഗ്രഹിപ്പാൻ ഈ നിന്റെ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ. വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ദൈവം. In the last 10 months, it seems like everything has changed. കഴിഞ്ഞ 10 മാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിത രീതികളും എല്ലാം വല്ലാതെ മാറിപ്പോയ ഒരു വർഷമായിരുന്നു 2020. ഇപ്പോഴും അത് പലതും തുടരുകയാണ്. ആഹാര രീതികൾ മാറി, ആരാധനാ രീതികൾ മാറി, അധ്യയന രീതികൾ മാറി, സന്ദർശന രീതികൾ മാറി, പഠന രീതികൾ മാറി. ഇങ്ങനെ എല്ലാ മേഖലയും വല്ലാത്ത മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. The events of the last 10 months confirm that Henry David Thoreau was right when he said, "Nothing endures but change." തോറോ എന്ന പ്രസിദ്ധനായ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, "Nothing endures but change." മാറ്റമൊഴികെ ഒന്നും നിലനിൽക്കുന്നതല്ല, മാറ്റം മാത്രമേ എപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. ഹെറാക്ലീറ്റസ് എന്ന ചിന്തകൻ പറഞ്ഞു, "The only thing constant is change." തുടർച്ചയായി സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം മാറ്റം മാത്രമാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം, എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഈ വാക്കുകൾ, ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദാറ്റ് ബാക്ക്ഡ്രോപ്പ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂവൽ ചേഞ്ച് ദാറ്റ് ദ റൈറ്റർ ഓഫ് ഹീബ്രൂസ് ടെൽസ് us that our Lord Jesus Christ is the same yesterday, today and tomorrow. എന്നാൽ എബ്രായ ലേഖന കർത്താവ് നമ്മളോട് പറയുന്നത് നിരന്തരം മാറുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല,
നിരന്തരം മാറ്റത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല. ലോകം മുഴുവൻ മാറുമ്പോഴും ലോകത്തിൻ്റെ രീതികൾ മാറുമ്പോഴും ദൈവവചനം നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നാണ്. ഹി ഹാസ് നോ ചേഞ്ച് അറ്റ് ഓൾ. അവൻ്റെ സ്വഭാവത്തിന് അവൻ്റെ രീതികൾക്ക് മാറ്റം വരുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 10 വാക്കുകളിൽ താഴെയുള്ള ഈ വേദഭാഗത്ത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്, ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓർ അൺചേഞ്ചബിൾനെസ് ഓഫ് ഗോഡ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് മ്യൂട്ടേഷൻ. കോവിഡ് രോഗത്തോടുകൂടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം ജനിതക മാറ്റം എന്നാണ്. നമ്മൾ പറയുന്നില്ലേ, ആദ്യം ഉണ്ടായിരുന്ന വൈറസ് അല്ല ഇപ്പോഴുള്ളത്, അതിനൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഒരു വൈറസ് പോലും ഒരു രോഗാണു പോലും നിരന്തരം മാറ്റത്തിന് വിധേയമാകുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മളോട് പറയുന്നു, വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാലും ലോകത്തിലെ രീതികൾക്കൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചാലും ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ്. ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വ്യത്യാസമില്ലായ്മയെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം മാറ്റമില്ലാത്തവനാണ് എന്നതാണ് മാറ്റമുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഏക ആശ്രയം. ദൈവം മാറുന്നവനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് 3 ചിന്തകളാണ് ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട്, there will never be a change in his character. അവൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ആരുടെ സ്വഭാവത്തിന്? ദൈവത്തിൻ്റെ സ്വഭാവത്തിന്. നമ്മുടെ സ്വഭാവം നിരന്തരം മാറും. നമ്മൾ തന്നെ ദേഷ്യം വരുമ്പോൾ പറയും, എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണുന്ന ആളല്ല, വേറൊരാളായിട്ട് മാറും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. അവർ ക്യാരക്ടർ വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവചനം പറയുന്നു, ഗോഡ്സ് ക്യാരക്ടർ വിൽ നെവർ ചേഞ്ച്. 8ാമത്തെ വാക്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഒന്നാണ്, ഇന്നും ഒന്നാണ്, എന്നേക്കും ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. The God of Scripture has never had any alterations or any amendments. ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു വസ്ത്രം നമ്മൾ ഓൾട്ടർ ചെയ്യും അല്ലേ? നമുക്ക് ചേരുന്ന പരുവത്തിലാക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ നമ്മൾ ഓൾട്ടർ ചെയ്യും. ഇവിടെ മുളണ്ടിലും ബാണ്ടൂപ്പിലൊക്കെ ഒരുപാട് കടകളുണ്ട്. അതിൻ്റെ ബോർഡ് തന്നെ അതാണ്, ഓൾട്ടർ ചെയ്ത് കൊടുക്കപ്പെടും. നമുക്ക് ചേരാത്ത ഒന്നിനെ നമുക്ക് ചേരുന്നതാക്കി തരുന്നതാണ് ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം, വ്യത്യാസം വരുത്തും. ദൈവത്തിന് ഓൾട്ടറേഷൻസ് ഇല്ല. വി കനോട്ട് ഓൾട്ടർ ഗോഡ്, നോട്ട് ALTAR ബട്ട് ALTER. രണ്ടാമതായിട്ട്, നോ അമെൻമെന്റ്സ്. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഭേദപ്പെടുത്തുക. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഴയതാണെന്ന് തോന്നുന്നു ചില ക്ലോസുകൾ, അതുകൊണ്ട് അത് പുതുതാക്കി മാറ്റുക. അതിൻ്റെ പേരാണ് അമെൻമെൻറ്റ്സ്. അമെൻഡ് ചെയ്യുക, വ്യത്യാസപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ദ ഗോഡ് ഓഫ് സ്ക്രിപ്ചർ ഹാസ് നെവർ ഹാഡ് എനി ഓൾട്ടറേഷൻസ് or amendments. The one true and living God has never had a variation
or a vacillation. ദൈവത്തിന് ഒരു വ്യതിയാനവും വ്യത്യാസവും നാളിതുവരെയും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. The Jehovah God has never known an increase or an improvement. God never changes. His character never changes. Common sense tells us that a perfect God cannot change. സാമാന്യ ബുദ്ധി നമ്മളോട് പറയും എല്ലാം മാറ്റത്തിന് വിധേയമാണ്, മാറാത്തതൊന്നുമില്ല. എന്നാൽ ദൈവമക്കൾ എന്തോ പാടും, മാറാത്തവൻ യേശു മാറാത്തവൻ. ഹാ എത്ര നല്ലവൻ. ദൈവം മാറാത്തവൻ എന്ന് വിശ്വാസികൾ പാടുമ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്നവരെന്തോ പറയും, എല്ലാം മാറും, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. മലാഖി 3:6 മലാഖി 3:6 I the Lord do not change, therefore you, O children of Jacob, are not consumed. യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കും. Why we are not consumed? നമുക്കറിയാം, ഇന്ന് ഇത്രയും ആളുകളെ ഈ പള്ളിയിൽ കാണുമ്പോൾ വലിയ സന്തോഷം. ചില സീനിയർ മെമ്പേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ 10 മാസം ലോകം മുഴുവൻ മാറി, എല്ലാം ചേഞ്ചായി. എന്തെല്ലാം വ്യത്യാസങ്ങൾ, എന്തെല്ലാം വ്യതിയാനങ്ങൾ സംഭവിച്ചു. ഒരുപാട് ഓൾട്ടറേഷൻസ്, ഒരുപാട് അമെൻമെന്റ്സ്, ഒരുപാട് വാസിലേഷൻ, ഒരുപാട് വേരിയേഷൻസ്, ഇതെല്ലാം നടന്നു. പക്ഷെ ആര് മാറിയില്ല? യേശു മാറിയില്ല. യേശു മാറാത്തവൻ. ഇന്ന് രാവിലെ ഈ ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം പറയാനുള്ളൊരു സാക്ഷ്യം അതാണ്. എന്താണ്? എൻ്റെ യേശു വാക്കുമാറാത്തവൻ. ഈ മൺമാറും ഈ വിൺമാറും മർത്യരെല്ലാം മാറിപ്പോകും, എൻ്റെ യേശു വാക്കുമാറാത്തവൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ വരാൻ പറ്റിയത്. എന്തുകൊണ്ട്? നമ്മൾ മാറാഞ്ഞിട്ടാണോ? നമ്മുടെ സ്വഭാവം കോവിഡ് അനുസരിച്ചും മാറി. കോവിഡ് വന്നിട്ടും ഒട്ടും സ്വഭാവം മാറാത്ത മാർത്തവക്കാരുണ്ട്, ഒരു വ്യത്യാസവും വരുത്താത്തവരുണ്ട്. എന്നിട്ടും ആരും മാറിയില്ല? ദൈവം മാറിയില്ല. എല്ലാവരും മാറിപ്പോയി, പക്ഷെ ദൈവം മാറിയില്ല. മലാഖി നമ്മെ ഓർപ്പിക്കുന്നു, I the Lord do not change. Therefore you, O sons or children of Jacob, are not consumed. Consumed എന്ന് പറഞ്ഞാൽ പല വാക്കുകളുണ്ട് മലയാളത്തിൽ. ദഹിച്ചു പോവുക, എരിഞ്ഞു പോവുക, പൂർണ്ണമായി ഇല്ലാതെയാവുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. നമ്മളാരും പൂർണ്ണമായി ഇല്ലാതെയായി പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വലിയ ഉറപ്പ് വേണം. യാക്കോബ് തൻ്റെ ലേഖനം 1:17 പറയുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. In God there is no variation or shifting shadow. ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3:14 എക്സോഡസ് 3:14 അവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട്. മോശ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഞാൻ ഫറവോനോട് എന്ത് പറയണം നിന്നെക്കുറിച്ച്? അപ്പോൾ ദൈവം പറഞ്ഞു, I am who I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാണ് ദൈവം മോശയോട് പറഞ്ഞത്. The great unchanging constant. അതാണ് ദൈവം. സങ്കീർത്തനങ്ങൾ 102 25 മുതൽ 27 വരെ. Psalms 102:25-27. Long ago you laid the foundations of the earth, and the heavens are the work of your hands. They will perish, but you endure. They will all wear out like a garment. You change them like clothing, and they pass away, but you are the same,
and your years have no end. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. വസ്ത്രം മാറിപ്പോകുന്നത് പോലെ അവ മാറിപ്പോകും. ഉടുപ്പ് മാറ്റിക്കളയുന്നത് പോലെ നീ അവയെ മാറ്റിക്കളയും. അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. You are the same and your years have no end. ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം ആരാ? ദൈവം മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ. നമ്മൾ ആരാ? കൂടെ കൂടെ മാറിപ്പോകുന്നവർ, വാക്ക് മാറ്റുന്നവർ, പ്രവൃത്തി മാറ്റുന്നവർ, രീതി മാറ്റുന്നവർ, മാറ്റേണ്ടി വരുന്നവർ. എന്നാൽ ദൈവത്തിന് ഒരു കാലത്തും വ്യത്യാസമില്ല. അവന് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, അവന് അമെൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി കനോട്ട് അപ്ഗ്രേഡ് ഗോഡ്. ദൈവത്തെ ചുരുക്കാനും നമുക്ക് സാധിക്കത്തില്ല. വി കനോട്ട് എഡിറ്റ് ഗോഡ്. ഇഫ് ഇറ്റ് ഈസ് എൻ ആർട്ടിക്കിൾ 3 pages, വി ക്യാൻ എഡിറ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് 1 page. അതിൻ്റെ പേരാണ് എഡിറ്റ്. എന്നാൽ ദൈവത്തെ എഡിറ്റ് ചെയ്യാൻ നോക്കുമോ? വി കനോട്ട് എഡിറ്റ് ഗോഡ്. ഒന്നാമത്തെ ചിന്ത എന്താ? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു കാലത്തും മാറ്റമില്ല. രണ്ടാമത്തെ ചിന്ത, there will never be a change in his comfort. അവൻ്റെ ആശ്വാസത്തിന്, കംഫർട്ട്, ആശ്വാസത്തിന് വ്യത്യാസമില്ല. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് വ്യത്യാസമില്ല. There will never be a change in his comfort. Verse 5b, 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, I will never leave you or forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. I will never leave you or forsake you. അതാണ് പറയുന്നത്. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല. When friends walk out and trouble walks in, God will never leave you. എപ്പോഴൊക്കെയാണ് അവൻ നമ്മെ വിട്ടുപോകാത്തത്? When friends walk out and trouble walk in. സ്നേഹിതർ നമ്മെ വിട്ട് പുറത്തു പോകുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? He will never leave us alone. When trouble piles up and crisis rolls in, God will never leave you. പ്രശ്നങ്ങൾ ഇങ്ങനെ പൈൽ ചെയ്യുമ്പോൾ, ജീവിതത്തിൽ ആഴത്തിൽ ആഴത്തിൽ പ്രശ്നങ്ങൾ കുഴിച്ചിടപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് ഉരുണ്ട് കയറി വരുമ്പോൾ ദൈവം നമ്മെ കൈവിടത്തില്ല. When winds howl and storm blow, God will never leave you. കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ, തിരമാലകൾ ഉയർന്നു പൊങ്ങുമ്പോൾ ദൈവം നമ്മെ കൈവിടത്തില്ല. നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ മനോഹരമായ ധാരാളം പാട്ടുകളുണ്ട്. കാറ്റുഗ്രമടിക്കിലും ഇരുൾ കാനത്തിടിലും, അല്ലേ? സഞ്ചാരി നീ കൂടെ വാ. കാറ്റ് ഉഗ്രമായിട്ട് അടിക്കും, ഇരുളിന് ഭയങ്കരമായിട്ട് കട്ടി വരും, അല്ലേ? തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ 10 മാസം എന്തോ കാറ്റടിച്ചത്, എന്തോ ഒരു ഇരുട്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വെട്ടമൊക്കെ വന്നു തുടങ്ങി. പക്ഷെ അന്നേരം എന്ത് ചെയ്തില്ല? ആത്മാവാം വഴി കാട്ടി, സദാ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തി. നമുക്ക് എത്ര സ്നേഹിതരുണ്ടായിരുന്നു ഈ മുളണ്ടിൽ. ആർക്കെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് വരാൻ പറ്റിയോ? നമ്മളെ സ്നേഹിക്കുന്ന എത്ര ആളുകളുണ്ട്? ആർക്കെങ്കിലും വരാൻ പറ്റിയോ? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളവരാണ് നമ്മുടെ മക്കൾ. അവർക്ക് സ്നേഹം എത്രയോ അധികമാണ്. ആർക്കെങ്കിലും ഒന്ന് വന്ന് നോക്കാൻ പറ്റിയോ നമ്മൾ എങ്ങനെയാണെന്ന്? സ്വന്തക്കാരൊക്കെ മാറിപ്പോയപ്പോൾ ഒന്ന് പോയി കാണാൻ പറ്റിയോ? പറ്റിയില്ല. പക്ഷെ ആ സമയത്തൊക്കെ ആര് വന്നു അകത്ത്? ദൈവം വന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്, ഇന്നിവിടെ നിൽക്കുന്നത്. കാറ്റുഗ്രം അടിക്കിലും ഇരുൾ കനത്തിയിടിലും സഞ്ചാരി
നീ കൂടെ വാ. നിന്റെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരാണ് എൻ്റെ മുൻപിലിരിക്കുന്നവരും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാനും. അതൊരിക്കലും നമ്മൾ മറക്കാനായിട്ടിടയാവരുത്. When the sun is shining or the rain is falling, സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും God will never leave you. He is our best friend in all weather. എല്ലാ കാലാവസ്ഥയിലും കൂടെ ഇരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ദൈവം. നമ്മളോടൊക്കെ ചിലർ പറയും വൈകിട്ട് കാണാം. കാണത്തില്ല. അന്നേരം എന്താ പറയും? ഒരു ചെറിയ അത്യാവശ്യം, അല്ലെ ഒരു മഴ ചാറി, അതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളും അവരും അവോയ്ഡ് ചെയ്യുമ്പോൾ, മാറ്റിക്കളയുമ്പോൾ, മഴ പെയ്യുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴും എല്ലാം ഒരുപോലെ കൂടെയുള്ള ഒരു ദൈവം, അവൻ്റെ ആശ്വാസത്തിന് ഒരിക്കലും മാറ്റമില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഒരു മനോഹരമായ പാട്ടുണ്ട് ഇങ്ങനെ. അതിൽ എഴുത്തുകാരൻ പറയുകയാണ്, I have seen the lightning flashing, I have heard the thunder roll. മിന്നലിങ്ങനെ മിന്നുന്നത് ഞാൻ കണ്ടു, ഇടി മുഴങ്ങുന്നത് ഞാൻ കേട്ടു. I have felt sin's breakers dashing, trying to conquer my soul. എൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തുവാൻ പാപം എന്ന ശക്തി പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലായി. I have heard the voice of my Savior telling me still to fight on. എന്നാൽ ശാന്തമായിട്ട് എൻ്റെ കർത്താവിനോട് പറയുകയാണ്, ഇടി മുഴങ്ങട്ടെ, മിന്നൽ വീശട്ടെ, പാപം നിന്നെ പേടിപ്പിക്കട്ടെ, ഫൈറ്റ് ഓൺ. എന്ത് ചെയ്യണം? ധൈര്യത്തോടെ എതിർത്ത് നിൽക്കാൻ പറയുന്ന ദൈവം. I have heard the voice of my Savior, still need to fight on. He is promised never to leave me, never to leave me alone. ഈ കർത്താവ് എന്നോട് നിങ്ങളോടും പറയുകയാണ്, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ was a great author of books like Treasure Island. ട്രഷർ ഐലൻഡ് പോലെയുള്ള പുസ്തകങ്ങൾ എഴുതിയ പ്രഗത്ഭനായ മനുഷ്യനാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ആസ് എ ലിറ്റിൽ ബോയ്, അവനൊരു കുഞ്ഞായിരുന്നപ്പോൾ, he took an ocean voyage with his father. അവനെ കടലിലൂടെ ഒരു യാത്ര, കപ്പലിൽ അവൻ്റെ പിതാവിനോടുകൂടെ യാത്ര ചെയ്യുക. They encountered a great storm. വലിയ കൊടുങ്കാറ്റ് അവർ സഞ്ചരിച്ച കപ്പലിന് നേരെ വന്നു. The father of Robert Stevenson went up into the wheelhouse and saw the captain of the ship. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്ത് ചെയ്തു? റോബർട്ടിൻ്റെ അപ്പൻ മുകളിൽ പോയി ഈ ചക്രം തിരിക്കുന്ന, ഈ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാപ്റ്റൻ്റെ മുറിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ captain of the ship, calm, collected and confident, വളരെ ശാന്തൻ. കടലിളകി മറിയുകയാണ്, കാറ്റ് വല്ലാതെ അടിക്കുകയാണ്. പക്ഷെ ഈ കപ്പിത്താനോ വെരി കൂൾ, ശാന്തനായി, നല്ല നിശ്ചയദാർഢ്യത്തോടെ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, ആത്മവിശ്വാസത്തോടെ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. ക്യാപ്റ്റൻ്റെ ശാന്തതയും കോൺഫിഡൻസും കണ്ട റോബർട്ടിൻ്റെ അപ്പൻ താഴെ ഇറങ്ങി വന്നു. He went back down below and comforted his young son. താഴെ വന്നപ്പോൾ ഈ റോബർട്ട് ലൂയിസൺ കരയുകയാണ്. എന്താണ്? കപ്പൽ ആടി ഉലയുന്നു, കാറ്റ് വല്ലാതെ അടിക്കുന്നു. അപ്പോൾ ഈ മകനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, The captain is at the wheel. മോനെ, കപ്പലിൻ്റെ നിയന്ത്രിക്കുന്ന കപ്പിത്താനുണ്ടല്ലോ, he is at the wheel. അവൻ അതിൻ്റെ നിയന്ത്രണത്തിലാണ്.
And he who knows the storm better than we is at perfect peace. All is well. മോനെ, നമ്മളെക്കാൾ കൂടുതൽ ഈ കാറ്റിനെയും ഈ കടലിനെയും അറിയുന്ന നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, കപ്പിത്താൻ. അദ്ദേഹം വളരെ ശാന്തനായി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടെ തൻ്റെ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാം നന്നായിരിക്കും. ഓൾ ഈസ് വെൽ. പ്രിയ ദൈവമക്കളെ, ലോകം വല്ലാതെ ആടി ഉലയുകയാണ്. കാറ്റ് വല്ലാതെ അടിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇളകി മറിയുകയാണ്. കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമല്ല. ബട്ട് റിമെമ്പർ, the one who knows the storm better than we is at peace. All is well. നമ്മളെക്കാൾ അധികമായി ഈ ലോകത്തെ അറിയുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ കപ്പിത്താനായ ദൈവം ശാന്തനായി ഉയരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ശാന്തരായി ഇരിക്കാം. രണ്ടാമത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. There will never be a change in his comforts. Finally, there will never be a change in his capability. ആറാമത്തെ വാക്യം. So we can say with confidence, the Lord is my helper. I will not be afraid. What can anyone do to me? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. There will never be a change in God's capability. ദൈവത്തിൻ്റെ കഴിവിന് ഒരു കാലത്തും വ്യത്യാസം വരുന്നില്ല. He is all powerful. He is the omniscient, all powerful God. The older I get, there is stuff that I can't do as well as I used to. In some ways, I can still do everything I used to be able to do. I just can't do as much of it at one time without having no rest. എനിക്കും നിങ്ങൾക്കും പ്രായം ഏറുന്തോറും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അതേപോലെ ചെയ്യാൻ സാധിക്കും. ചിലരൊക്കെ എന്നെ കാണുമ്പം പറയും, അച്ഛാ ആകെ നരച്ചല്ലോ. ഉടനെ ഞാൻ പറയും, പ്രായമായില്ലേ? പ്രായം ആയില്ലേ? വലിയ പ്രായമൊന്നും ആയിപ്പോയിട്ടില്ല. എന്നാലും നമ്മൾ പറയും, പഴയ പോലെ ഒന്നും ഒരു ബലം ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ സീനിയേഴ്സൊക്കെ പറയത്തില്ലേ, ഒറ്റ നിപ്പിന് 50 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇപ്പം 2 പേർക്ക് ഉണ്ടാക്കാൻ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നൊന്ന് ഇരിക്കണം, പിന്നൊന്ന് റെസ്റ്റ് എടുക്കണം, പിന്നെയും ചെയ്യണം. ഒറ്റ അടിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. വൈ? ബിക്കോസ് വി ആർ ഏജിങ്. നമുക്ക് പ്രായം കൂടുകയാണ്, കഴിവ് കുറയുകയാണ്. പ്രായം കൂടുമ്പോൾ കഴിവെന്തോ ചെയ്യും? കുറയും. ബട്ട് ഗോഡ് ഹാസ് നെവർ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്. എന്നാൽ ദൈവത്തിന് പ്രായമേറുന്നതിൻ്റെ ഒരു പ്രയാസവും ഇല്ല. ഈവൻ ദോ ഹി ഈസ് ലിറ്ററലി ഓൾഡർ ദാൻ ഡസ്റ്റ്. ഈ ഭൂമിയിലെ പൊടിയേക്കാളും പ്രായമുണ്ട് ദൈവത്തിന്. കാര്യം, ഈ only created dirt. God's eye
has never dimmed. ഇപ്പം നമുക്ക് 40 വയസ്സാകുമ്പോഴേ വെള്ളെഴുത്താണ്. 40 വയസ്സാകുന്നവർ കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് ഒരു മങ്ങലും ഇല്ല. His strength has never abated and his arm has never weakened. നമ്മൾ പറയും ഇത്രേ പൊങ്ങത്തുള്ളൂ. ഇപ്പം ഫ്രോസൺ ഷോൾഡറാണ്, പൊക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കൈ പൊക്കാൻ ഒരു ഫിസിയോതെറാപ്പിയുടെയും ആവശ്യമില്ല. പറയാൻ ശ്രമിച്ചത് ഹീ സ്റ്റിൽ ക്യാൻ. അവൻ ഇപ്പോഴും എല്ലാം സാധ്യം. അവൻ്റെ കേപ്പബിലിറ്റിക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഫ്രം ഏജ് ടു ഏജ് ആൻഡ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, ജീസസ് ക്രൈസ്റ്റ് will never change. The same Lord that was shepherd for David will still make you and me lie down in green pastures. ദാവീദിന്റെ ഇടയനായിരുന്നവനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വഴി നടത്തിയ ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും പച്ച പുൽപ്പുറങ്ങളിൽ കിടത്തുവാൻ മതിയായവനാണ് എന്നാണ് പറയുന്നത്. The same Lord that was a refuge and a strength for Hezekiah will be a place for you to turn and hide today. ഹിസ്കിയാവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശക്തിയായിരുന്ന ദൈവം ഇന്ന് എനിക്കും നിങ്ങൾക്കും ശക്തിയാണ്. The same Lord that turned a jar of oil into a family oil business can meet every need that you and I have according to his riches in glory. ഓർക്കുന്നില്ലേ ഒരു കഥ? പ്രവാചകന്റെ ഭാര്യ ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് നിന്റെ ഒരു ദാസനായിരുന്നു, അവൻ മരിച്ചുപോയി, ഞങ്ങൾക്ക് കടമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു പ്രവാചകൻ? നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവൾ പറഞ്ഞു ആകെപ്പാടെ ഒരു കുപ്പി എണ്ണയുള്ളൂ. പറഞ്ഞു എല്ലായിടത്തു നിന്നും ഭരണികൾ മേടിച്ചോണ്ട് വാ, പാത്രങ്ങൾ മേടിച്ച് പകരാൻ പറഞ്ഞു. അത് പകർന്ന് 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 എവിടം വരെ പോയെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അതേ ദൈവം അതേ ശക്തിയോടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ നേരിടാൻ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ആ പാവപ്പെട്ട സ്ത്രീയെ ഓയിൽ വർദ്ധിപ്പിച്ച് രക്ഷപ്പെടുത്തിയ ദൈവം നമ്മളെ ഇന്ന് സഹായിപ്പാൻ മതിയായവനാണ്. The same Lord that said, "Peace be still and calm the storms of your life today." കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന് പറഞ്ഞ് അതിനെ ശാസിച്ച കർത്താവ് എൻ്റെയും നിങ്ങളുടെയും കാറും കോളും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ അതിനെ ശാസിക്കാൻ മതിയായവനായിട്ട് ഇന്ന് കൂടെയുണ്ട്. There is no change in his capability. We can keep on saying examples. So let me conclude. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? There will be no change in his character. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരും. രണ്ടാമതായിട്ട് there will be no change in his comforts. അവൻ്റെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. There is no change in his capability. അവൻ്റെ കഴിവിന് ഒരു നാളും കുറവ് വരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രാവിലെ എന്താണ് ഉറപ്പിക്കാനുള്ളത്? The captain is at the wheel and he knows the storm better than us. He is at peace. All is well. നമ്മളെക്കാൾ അധികമായി നമ്മളെ അറിയുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എല്ലാം നന്നായി പര്യവസാനിപ്പിക്കുവാൻ അവന് സാധിക്കും. അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. മാറ്റമില്ലാത്തവനായ ദൈവത്തെ എല്ലായ്പ്പോഴും ധ്യാനിച്ച് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.